70 രൂപ 50 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. 19 രൂപ വണ്ടി ഇറക്കാം അല്ല. 690 നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് 7 സീറ്റർ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ എമൗണ്ട് ഒക്കെ ലോൺ ഫുൾ ലോൺ തന്നെ ചെയ്യാം. അപ്പൊ 7 സീറ്റർ ആണ് 690. അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും. 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഡീസലില് 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 490 അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കുകയും ചെയ്യാം. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു ഗംഭീര കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് RPM-ലാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത. നമുക്ക് എക്കോസ്പോർട്ട് വരുന്നുണ്ട്. 7 സീറ്റർ നോക്കുന്നവർക്ക് SV500, ഇന്നോവ ക്രിസ്റ്റ, കിഡിലൻ GT പോളോ ഒക്കെ റെഡ് നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു പൊളി വാഹനം വരുന്നുണ്ട്. ബെൻസ് അത്യാവശ്യം നമുക്ക് ഇതേപോലെ അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള വാഹനം ഒരു ബെസ്റ്റ് പ്രൈസിനാണ്. വെർണ വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഫ്രീ സ്റ്റൈല്, ദെൻ സോണറ്റ്, നമുക്ക് ഡാറ്റ്സൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഐട്ടൺ, അതേപോലെ എത്തിയോസിന്റെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അതേപോലെ ചെറിയ നെട്ടിക്കുന്ന പ്രൈസ് നമുക്ക് ഡസ്റ്റർ, എസ്ക്രോസ് വരുന്നുണ്ട്, അതേപോലെ ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ, അതേപോലെ ലിമിറ്റഡ് ഏറ്റവും ടോപ്പ് എൻഡിൽ ജീപ്പ് കോമ്പസ് വരുന്നുണ്ട്, സ്വിഫ്റ്റ്, റിഡ്സ്, അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ്. സോ നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അഫ്സൽക്കയാണ്, RPM-ലാണ്. അതിൽ നമുക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മോങ്ങം ലൊക്കേഷനിലാണ്. മോങ്ങത്താണ് നമുക്ക് വരുന്നത്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി 2 ഷോപ്പായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു മറ്റൊരു RPM നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏത് റേഞ്ചിൽ 800 മുതൽ ഏറ്റവും പ്രീമിയം ലെവൽ ബെൻസ് വരെ നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ല. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാ ജനറേഷൻ ആളുകൾ ഒരുപോലെ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് പോളോ. അതും അതിന്റെ ബ്ലഡ് റെഡിൽ വരുന്ന അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള ഫാൻസി നമ്പർ KL11 രജിസ്ട്രേഷന് GT ലൈന് ഓട്ടോമാറ്റിക് അല്ല, GT ഓട്ടോമാറ്റിക്, DT ഓട്ടോമാറ്റിക്, അല്ല എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു പൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 70 രൂപ 50 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇതാ നമുക്കൊരു ടയോട്ട ഇന്നോവ ക്രിസ്റ്റ, നല്ല സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു? കേരള വണ്ടിയാണോ അത് റീവണ്ടിയാണോ വരുന്നത്? റീവണ്ടിയാണ്. 2016 മോഡൽ. 2016 മോഡല്. നിലവിൽ കേൾട്ടണിലെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ? G4 മാനുവൽ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 190 ഓടിയുണ്ട്. 190 ഓടിയിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല പക്ക നീറ്റ് ആണ് അല്ലേ? വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി വരുന്നത്. നല്ല പക്ക നീറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. മേജറായ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 16 മോഡല് 190 G4. എങ്ങനെയായിരുന്നു ചോദ്യം? ഇത് നമുക്ക് എന്താണ് 12.5 രൂപ. 12.5 ഒരു ബെസ്റ്റ് പ്രൈസ് അല്ല? ബെസ്റ്റ് പ്രൈസിന് 16 മോഡലുമാണ്. ഫുൾ ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടി. ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? മാക്സിമം ഒരു 12 രൂപ ലെവലിലൊക്കെ നമുക്ക് ലോൺ ചെയ്യാം. 19 രൂപ വണ്ടി ഇറക്കാം അല്ല? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 50 രൂപയ്ക്ക് സുഖമായിട്ട് ഇറക്കാം. ഇത് നമുക്കൊരു അടിപൊളി വാഹനമാണ്. ഒരു 7 സീറ്റർ കൂടിയാണ്. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന SV500 മഹീന്ദ്ര. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡല് W4 ആണ്. 7 സീറ്റർ ആണ്, ഡീസൽ ആണ്. അത് നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. ഫീച്ചേഴ്സ് ഒക്കെ അത്യാവശ്യം വരുന്ന ഒരു വണ്ടി അല്ലേ? 2017 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ. 130. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം 4 പുത്തൻ ടയർ, 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് വാഹനം. അത് ലോ കിലോമീറ്റർ സോറി 130 ഓടിയിട്ടുണ്ട് അല്ലേ? 321 നല്ലൊരു സീരീസ് നമ്പർ ഒക്കെയാണ് വരുന്നത്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മള്? ഇത് നമുക്ക് എന്താണ് 690 കൊടുക്കാം. 690 നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് 7 സീറ്റർ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഫുൾ എമൗണ്ട് ഒക്കെ ഫുൾ ലോൺ തന്നെ ചെയ്യാം. അപ്പൊ 7 സീറ്റർ ആണ് 690. അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും ചെയ്യാം. നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത SUV-ല് ലേഡീസ് വരെ നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഫോർഡ് എക്കോസ്പോർട്ട്. 2016 മോഡൽ 17 രജിസ്ട്രേഷൻ ടൈറ്റാനിയം പ്ലസ്. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി എക്കോസ്പോർട്ട്. അത് ഡീസൽ അല്ല വരുന്നത്? ഡീസൽ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. നല്ല ബോഡി വെയിറ്റ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 100% ഗ്യാരണ്ടി പറയാലോ. 80,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 640. 640 അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? 6 രൂപ ചെയ്ത് കൊടുക്കാം. 6 രൂപ വരെ 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഡീസലില് ടൈറ്റാനിയം ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി കിട്ടും. ഒരു പ്രീമിയം വെഹിക്കിൾ ആണ്. അതും എല്ലാം ഫുൾ ബ്ലാക്കിൽ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഇ ക്ലാസ് ബെൻസ്. എങ്ങനെയായിരുന്നു അഫ്സൽക്ക ഡീറ്റെയിൽസ്? 2013-14 E250. അത്യാവശ്യം നമുക്ക് അൾട്രേഷൻ കാര്യങ്ങളും നല്ല ഫുള്ള് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട്. ഫുള്ളി കൺവേർട്ടഡ് ആണ് വാഹനം വരുന്നത്. ഓക്കെ, ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്.
സൺറൂഫ് കാര്യങ്ങൾ അടക്കം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിങ്സും കൺവേർഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനം. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ? കിലോമീറ്റർ 88,000 കിലോമീറ്റർ. 88,000 കിലോമീറ്റർ. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് കൊടുത്തൂടെ? എങ്ങനെ ചോദിക്കുന്നത് നമ്മള്? 15 രൂപ ചോദിക്കണം. 15 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് ലോൺ നമുക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവും. ചെയ്യാം. അത്യാവശ്യം മാക്സിമം ഫിനാൻസും അവൈലബിൾ ആണ്. ചെയ്യാം. ഇത് നമുക്കൊരു കിഡ്ലം വേർണ ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി ഡീസൽ വേരിയന്റ് വാഹനമാണ്. 2015 മോഡല്. 2015 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1,30,000 കിലോമീറ്റർ. 1.30 അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പും ആണ്. അത് നമുക്ക് ഇതിൽ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ്. അത് നമുക്ക് ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം. ഇതിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 490. 490 ബെസ്റ്റ് പ്രൈസിന് കൊണ്ടാവും. ഡീസലിൽ ഏറ്റവും ഫുൾ ലോഡ്, അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനം. അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ ഒരു 4 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. ഇത് നമുക്കൊരു ഫോർഡ് ഫ്രീ സ്റ്റൈല്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2019 മോഡല് ടൈറ്റാനിയം. അന്നത്തെ ടോപ്പ് എൻഡ് വണ്ടി. അതും ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഡീസൽ വണ്ടി നല്ല മൈലേജും കിട്ടൂല. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. LCD സ്ക്രീൻ, അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് അല്ലേ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? ഇത് നമുക്ക് 580. 580. ഇതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 5 രൂപ ഒക്കെ ലെവലിൽ ലോൺ ചെയ്ത് കൊടുക്കാം. 5 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു കിഡ്ലം സബോമീറ്റർ SUV ആണ്. അതും നമുക്ക് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിഡ്ലം സോണറ്റ്. ഏതായിരുന്നു മോഡൽ? 2020-21 വിശേഷം വരുന്ന IMT ഗിയർ ബോക്സ് വരുന്ന സോണറ്റ് ആണ്. IMT ആണ്. സോ നമുക്ക് ക്ലച്ച് ഉണ്ടാവില്ല. നല്ല കംഫർട്ടായിട്ട് ഓട്ടോമാറ്റിക് വാഹനം കൊണ്ടുപോകുന്ന പോലെ തന്നെ നമുക്കൊരു മാനുവൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. GT സൺറൂഫ് ഒക്കെ വരുന്ന GT ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? അത് നമുക്ക് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന ഒരു വാഹനമാണ്. GT ലൈൻ ആണ് വരുന്നത്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 46,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വാഹനമാണ്. സിംഗിൾ ഓണർ ഇല്ല, സെക്കൻഡ് ഓണർ. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? ഇത് നമുക്ക് 840 കൊടുക്കാം. 840. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 8 വരെ ചെയ്തു. 8 വരെ നമുക്ക് ലോൺ ചെയ്യാം. 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ ഒരു സിറ്റി, ഡീസൽ സ്വിഫ്റ്റ്. സോ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനം. കാരണം നമുക്ക് കമ്പനി 24 മൈലേജ് കംപ്ലൈന്റ് ഇല്ലാത്ത ഡീസൽ വണ്ടിയാണ്. അത് നല്ല സ്പേഷ്യസ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത് ഒറിജിനൽ കേരള വണ്ടി. 16 മോഡൽ ഡീസൽ എസ് പറഞ്ഞ വേരിയന്റ് ആണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1ന്റെ പുറത്ത് ഓടിയുണ്ട്. ഓക്കെ, പക്ഷെ നമുക്കിത് പക്ക സർവീസ് ഒക്കെ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല. ഒന്നുമില്ലാത്ത സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? 4,90,000 രൂപ. 490 നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം. ഇത് നമുക്കൊരു ബെസ്റ്റ് ഓഫർ പ്രൈസിന് കൊണ്ടാൻ വരുന്ന ഒരു കിടിലൻ US ബ്രാൻഡ് വരുന്ന ജീപ്പ് കോമ്പസ്, അതും ഡുവൽ ടൂണില് ഏറ്റവും ടോപ്പ് എൻഡ്. ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2017 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വെറും 60,000 കിലോമീറ്റർ, അതും സിംഗിൾ ഓൺഷിപ്പില് ഫാൻസി നമ്പർ അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം. 4 ടയേഴ്സും ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും ഇതിന്റെ ബോഡി ക്വാളിറ്റി അത്രയും നല്ല കിഡ്ലം വാഹനം അല്ല. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മള്? ഇത് നമുക്ക് 1090. 1090 അല്ലെ? ഒരു ബെസ്റ്റ് പ്രൈസിന് ലോ കിലോമീറ്റർ, അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനം. നമുക്ക് ഏകദേശം എത്ര രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും? 10 രൂപ നമുക്ക് ചെയ്തു കൊടുക്കാം. നല്ല ട്രാക്കിന് ഫുൾ ഓൺ തന്നെ ചെയ്യാനും പറ്റും. പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. ഡെയിലി യൂസിന് നല്ല മൈലേജ് കംഫർട്ട് ഒക്കെ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഡീസലിൽ വരുന്ന ഒരു മാരുതി സുസുക്കി ബലേനോ. 2018 മോഡല്. ബേസ് മോഡലാണ്. സിഗ്മ എന്ന വേരിയന്റിൽ 80,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സോ നമുക്ക് നല്ല മൈലേജ്, ഏകദേശം 20-22 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നല്ല മൈലേജ് കിട്ടും. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ വാഹനം. 80,000 കിലോമീറ്റർ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലേ? ടയേഴ്സ് കാര്യങ്ങൾ ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? 6 രൂപ ചോദിക്കണ്ട, എന്തെങ്കിലും മാറ്റപ്പെടുത്തി കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമല്ല ഇത്. നമുക്ക് പക്കാ ലോ കിലോമീറ്ററിൽ, അതും സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന നല്ല ഹൈ ക്വാളിറ്റി ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2023 20,000 കിലോമീറ്റർ ഓടിയ ZXi ഓട്ടോമാറ്റിക് വണ്ടി. ഏറ്റവും ഫുൾ ലോഡില്, അതും പക്ക ലോ കിലോമീറ്റർ, വെറും 20,000 കിലോമീറ്റർ. ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വാഹനം. അഡീഷണൽ ആയിട്ട് നമ്മൾ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് അടക്കം വരുന്ന ഒരു വാഹനം.
ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം, അതും ഓട്ടോമാറ്റിക് വേരിയന്റ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 810. 810 ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് ഇനി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് മാക്സിമം ലോൺ ഒന്നും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കുകയും ചെയ്യാലോ. ഡെയിലി യൂസിന് മൈലേജ് കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതി സുസുക്കി സിയാസ്. അത് നമുക്ക് ഡീസലില് ഹൈബ്രിഡ്, സോ നല്ല മൈലേജും നല്ല കംഫർട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2015 മോഡൽ ZDI പ്ലസ് ഹൈബ്രിഡ് ഇഞ്ചൻ വരുന്നത്. യെസ്, സോ നമുക്ക് ഹൈബ്രിഡ് ആകുമ്പോൾ നല്ല മൈലേജും നല്ല സ്പേഷ്യസും നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം. ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി വണ്ടി, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. യെസ്, അത് നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് അല്ലേ? ഏറ്റവും ടോപ്പ്. യെസ്, അപ്പൊ നമ്മൾ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, 2015 ഫുൾ ലോഡ് വണ്ടി. നമുക്ക് അഫ്സൽക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 590 കൊടുക്കാം. 590 ബെസ്റ്റ് പ്രൈസിന്. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 5 രൂപ ലെവലിലൊക്കെ ലോൺ ചെയ്തു 10-40 രൂപ ഈ ട്രാക്കിലേക്ക് വണ്ടി ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന്. അത് നമുക്ക് 20-22 മൈലേജും പ്രതീക്ഷിക്കാം. ഹൈബ്രിഡ് ആയതുകൊണ്ട് നല്ല മൈലേജ്, 100% ഗ്യാരണ്ടി പറയാം. നമുക്ക് ഒരു ഓഫർ പ്രൈസിന് ഇല്ല അഫ്സൽക്ക് നമ്മൾ പറഞ്ഞാണ് ഓഫർ പ്രൈസിന് ഈ ഒരു വാഹനം കൊടുക്കുക അല്ലെ? ഡീസൽ വണ്ടിയാണ്. 85 അല്ലേ വരുന്നത്? 85 RXS. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇത് നമുക്ക് എങ്ങനെയായിരുന്നു റേറ്റ്? എങ്ങനെയായിരുന്നു? 2017 മോഡല് RXX 130 ഓടിയ വണ്ടി. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ അത് ഫുൾ ഓൺ ചെയ്യാം അല്ലെ? അതായത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് മോഡൽ കൂടിയ നല്ലൊരു SUV. ഇത് നമുക്ക് ഡാറ്റ്സന്റെ ഗോ, നല്ല മൈലേജും കാര്യങ്ങളും കംഫർട്ട് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. മോഡൽ 2017 മോഡൽ 18 രജിസ്റ്റർ. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? 190 180 കൊടുക്കാം. 180 എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി നമുക്ക് മാക്സിമം ഫുൾ ഓൺ ചെയ്യാം. നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഗ്രാൻഡ് ആയിട്ടാണ് 2016 മോഡല് മാഗ്ന പെട്രോൾ ആണ്. ഇത് പെട്രോളിനാണ് ഡിമാൻഡ് കൂടുതൽ, മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല അല്ലെ? നമുക്ക് 3 രൂപ ചെയ്ത് കൊടുക്കാം. 3 രൂപ 19 രൂപ വണ്ടി ഇറക്കാം അല്ലെ? ഇനി അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളെ അന്വേഷിക്കുന്ന വാഹനമാണ് എത്തിയോസ് ലീവകള്. 2015 മോഡല് 2 ലീവ് ഉണ്ട്. 2015 രണ്ടും റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇതെങ്ങനെയാണ് ചോദ്യം? റെഡ് രണ്ടും സെക്കൻഡ് ഓണർ വണ്ടികൾ. ഇതിനെങ്ങനെയാണ് ചോദ്യം? ഇതിന് 5 രൂപ. രണ്ടും 5 രൂപ ചോദിക്കണം. 5 രൂപ 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലെ? ഒന്ന് വൈറ്റ് ആണ്, ഒന്ന് റെഡ് ആണ്. രണ്ടും കേരള വണ്ടികളല്ലേ? രണ്ടും ഒറിജിനൽ കേരള ഡീസൽ വണ്ടികൾ. ഇത് നമുക്ക് അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല ട്രാക്കിന് ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. ഇത് നമുക്ക് സിയാസ് പരിചയപ്പെട്ട പോലെ തന്നെ നല്ല മൈലേജും നല്ല കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് നമുക്കൊരു S-Cross 2016 മോഡൽ ആൽഫ സെക്കൻഡ് ഓണർ വണ്ടി. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? 1,40,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. നമുക്ക് 540 കൊടുക്കാം. 540 14 രൂപ വണ്ടി ഇറക്കാം അല്ലെ? ഇത് നമുക്കൊരു കിഡ്ലർ റിഡ്സ് വരുന്നുണ്ട്. ഇത് ഡീസൽ അല്ല വരുന്നത്? 2013 മോഡൽ VDI. അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് എല്ലാം വരുന്നുണ്ട് അല്ലെ? ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. അസൽ നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന്? നമുക്ക് 3 രൂപ. 3 രൂപ 14 രൂപ വണ്ടി ഇറക്കി കൂടെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. തന്നെ ഒരു സ്വിഫ്റ്റ്, അതും പെട്രോളില് ഇത് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു എഡിഷൻ ആണ് അല്ലെ? 2015 മോഡല് പെട്രോൾ LXI ആണ്. 3.3 രൂപ. 3.3 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു ഏറ്റവും ഫുൾ ലോഡില് ഒരു റെനോയുടെ കിഡ് 2018 മോഡല്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമുക്ക് 260. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. 1 ലിറ്റർ ആണ്. മാനുവൽ അല്ലേ വരുന്നത്? മാനുവൽ ആണ്. യെസ്, അപ്പൊ നമ്മള് RPM-ലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങത്താണ്. അപ്പോൾ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസ് നല്ല അടിപൊളി വാഹനങ്ങളുണ്ട്. അപ്പോൾ താഴെ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.